നമസ്കാരം, എല്ലാവർക്കും സുധീസ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സേഷൻ അഥവാ GSTയിലെ 4ാമത്തെ പാർട്ട് വീഡിയോ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിലൊക്കെ GST അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സേഷൻ എന്താ പഠിച്ചു, അതോടൊപ്പം തന്നെ സപ്ലൈ പഠിച്ചു, പിന്നെ ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2 സപ്ലൈയുടെ ഡെഫിനേഷൻ കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ഷെഡ്യൂൾ 1 വരെ നമ്മൾ 1ഉം 2ഉം പഠിച്ചു. ഇനി നമ്മൾ ഷെഡ്യൂൾ 3 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ഷെഡ്യൂൾ 3 ആണ്, അഥവാ നെഗറ്റീവ് ലിസ്റ്റ് എന്ന് പറയും. അപ്പോൾ എന്താണ് ഷെഡ്യൂൾ 3യിലുള്ളതെന്ന് നമുക്ക് നോക്കാം. ആക്ടിവിറ്റീസ് നെയ്തർ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്, നെഗറ്റീവ് ലിസ്റ്റ്. അപ്പോൾ സപ്ലൈ ഓഫ് ഗുഡ്സോ സർവീസസോ അല്ലാത്ത ഏതൊക്കെ ആക്ടിവിറ്റീസാണ് വരുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് ഷെഡ്യൂൾ 3യിൽ പറയുന്നത് എന്താ, ഈ പറയുന്ന ഐറ്റംസിനൊന്നും അല്ലെങ്കിൽ ഈ പറയുന്ന സാഹചര്യങ്ങളിലൊന്നും നമുക്ക് എന്ത് ചെയ്യേണ്ട, GST കളക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതൊക്കെ എന്താണ്, നെഗറ്റീവ് ലിസ്റ്റാണ്. ഷെഡ്യൂൾ 3 പ്രകാരം ഈ പറയുന്ന നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എല്ലാതും എന്താ, നെഗറ്റീവ് ലിസ്റ്റിൽ പെടുന്നതാണ്. ആയതുകൊണ്ട് അവയ്ക്ക് മുകളിൽ ആ ട്രാൻസാക്ഷന് മുകളിൽ എന്തല്ല, GST കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഷെഡ്യൂൾ 1 എന്ന് ഞാൻ നോട്ടിൽ എഴുതാൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നത് ഷെഡ്യൂൾ 1 ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പോയിൻ്റ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പോയിൻ്റ് വരുന്നത് സർവീസസ് ബൈ എൻ എംപ്ലോയി ടു ദി എംപ്ലോയർ ഇൻ ദി കോഴ്സ് ഓഫ് റിലേഷൻ ടു ഹിസ് എംപ്ലോയ്മെൻറ്റ്. ഒരു എംപ്ലോയി തൻ്റെ എംപ്ലോയർക്ക് ചെയ്തു കൊടുക്കുന്ന സർവീസ്, അത് എന്തുമായി ബന്ധപ്പെട്ടതായിരിക്കാം, തൻ്റെ എംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ടതായിരിക്കാം. എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട്, അതായത് തൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു എംപ്ലോയി തൻ്റെ എംപ്ലോയർക്ക് ചെയ്തു കൊടുക്കുന്ന സർവീസസിനൊന്നും എന്തില്ല, സപ്ലൈ ആയിട്ട് കണക്കാക്കില്ല. ആ സർവീസസ് ഒന്നും എന്തല്ല, ടാക്സബിൾ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഇതെന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, ഞാൻ എൻ്റെ എംപ്ലോയർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ പണിയെടുക്കുന്നതിന് ഞാൻ ശമ്പളം മേടിക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ പണിയെടുക്കുന്ന സർവീസസിന് മുകളിൽ, ഞാൻ പണിയെടുക്കുക എന്ന് പറയുന്നത് എന്താണ്, ഒരു സർവീസാണ്. അതിന് മുകളിൽ എന്ത് ചെയ്യുന്നില്ല, അവിടെ ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല, GST കളക്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിൻ്റ് എന്താ, സർവീസസ് ബൈ എനി കോർട്ട് ഓർ ട്രിബ്യൂണൽ. കോർട്ട് ഓർ ട്രിബ്യൂണൽ നിങ്ങൾക്ക് അറിയുന്നതാണ്. കോർട്ട് എന്ന് പറഞ്ഞാൽ കോടതി. അതായത് ഒരു കോടതിയിൽ നമുക്ക് എന്തെങ്കിലും കേസോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോയിട്ട് അവിടുന്ന് കോടതി മുഖാന്തരം നമുക്ക് കിട്ടുന്ന സർവീസോ, അല്ലെങ്കിൽ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ന്യൂസിലൊക്കെ കേൾക്കാറുണ്ട്, ഇപ്പോൾ ഇന്ന കേസ് 5 പേര് ചേർന്നിട്ടുള്ള ബെഞ്ച് പാസ്സാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കല്ലോ. അതായത് നമ്മൾ ഹൈക്കോടതിയിൽ, സുപ്രീം കോർട്ടിൽ, അങ്ങനെയുള്ള കോർട്ടുകളിലൊക്കെ അധികം ഇത്ര അവർ തമ്മിൽ നമ്മുടെ ഈ തീരുമാനം, അവസാന ഘട്ടത്തിലുള്ള തീരുമാനം എടുക്കുന്നത് ഒരു ബെഞ്ചിൻ്റെ തീരുമാനം എന്നൊക്കെ പറയും. അപ്പോൾ അതേപോലെ കോടതിയിലൊക്കെ പറയുന്ന പോലെ അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കോർട്ടോ ട്രിബ്യൂണൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് സംഭവം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ട്രിബ്യൂണൽ എന്താണെന്ന്. അപ്പോൾ കോർട്ടിൻ്റെയോ ട്രിബ്യൂണലിൻ്റെയോ സർവീസസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതെന്തല്ല, ടാക്സബിൾ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ഷെഡ്യൂൾ 3 പ്രകാരം എന്താണ്, എക്സംപ്റ്റഡ് ആണ്. അതായത് ടാക്സബിൾ അല്ല, അതിന് GST കളക്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അടുത്ത മൂന്നാമത്തെ എന്താ, the functions performed by the members of parliament, members of state legislature and members of panchayat, members of municipality and other local authority. അതായത് നമുക്ക് ഇതേപോലെയുള്ള MP, MLA, ഇപ്പോൾ പഞ്ചായത്ത് അതോറിറ്റീസ്, പഞ്ചായത്ത് അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി, അവിടെ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലും സർവീസസ് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഫങ്ഷൻസിന് മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, GST കളക്ട് ചെയ്യാൻ പറ്റില്ല. അതിലെന്തല്ല, GST ടാക്സബിൾ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ്, അതായത് MP, MLA അല്ലെങ്കിൽ പഞ്ചായത്തിലെ മെമ്പേഴ്സ്, അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റിയിലെ മെമ്പേഴ്സ്, മുനിസിപ്പാലിറ്റിയിലെ മെമ്പേഴ്സ്, ഇവരൊക്കെ ചെയ്യുന്ന ഫങ്ഷൻസിന് മുകളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. then അടുത്ത നാലാമത്തെ സർവീസസ് ഓഫ് ഫ്യൂണറൽ ആൻഡ് ബറിയൽ എക്സെട്ര എന്നാണ്. സർവീസസ് ഓഫ് ഫ്യൂണറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണാനന്തര ചടങ്ങുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി മരിക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഫ്യൂണറലുമായി ബന്ധപ്പെട്ട മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവീസസിനൊന്നും എന്തില്ല, ടാക്സ് കളക്ട് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് നെഗറ്റീവ് ലിസ്റ്റാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞാൽ തന്നെ എന്താണ്, ടാക്സ് അടയ്ക്കാൻ തുടങ്ങുന്നതാണ് അല്ലേ. ജനിച്ചു കഴിഞ്ഞാൽ അവർ വാങ്ങുന്ന ഓരോ സാധനത്തിനും എന്താണ്, നമ്മൾ ടാക്സ് കൊടുക്കുന്നു.
അതും കഴിഞ്ഞ് അതും പോരാണ്ട് ഗവൺമെൻറ്റിലേക്ക് നമ്മൾ പിന്നെ മരിച്ചു കഴിഞ്ഞാലും ടാക്സ് അടയ്ക്കണം പറഞ്ഞാൽ അത് ന്യായമാണോ? അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിവിടെ ഒഴിവാക്കിയിരിക്കുന്നത് കേട്ടോ. അത് 4ാമത്തെ പോയിന്റ് പറയുന്നത് സർവീസസ് ഓഫ് ഫ്യൂണറൽ ബറിയൽ എന്നുള്ള പോയിൻ്റാണ്. ഇനി 5ാമത്തെ പോയിന്റിലേക്ക് വരുന്ന സമയത്ത് 5ാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്? സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. അതായത് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങോ വിൽക്കുകയോ മറ്റോ ചെയ്യുമ്പോൾ എന്തല്ല, അത് GST അണ്ടറിൽ വരുന്നില്ല എന്നാണ് പറയുന്നത്. ദെൻ 6ാമത്തെ പോയിന്റ് ആക്ഷനബിൾ ക്ലെയിം അതർ ദാൻ ലോട്ടറി ബെറ്റിംഗ് ഗാംബ്ലിംഗ് എന്ന് പറയും. അതായത് ആക്ഷനബിൾ ക്ലെയിംസ്. ഓക്കെ, അത് ആക്ഷനബിൾ ക്ലെയിം എന്താ, നെഗറ്റീവ് ലിസ്റ്റിൽ പെടുന്നതാണ്. അതിൽ നമുക്ക് എന്താ GST അണ്ടറിൽ ടാക്സബിൾ അല്ല, ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല. അതർ ദാൻ ലോട്ടറി ബെറ്റിംഗ് ഗാംബ്ലിംഗ് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ഒഴിച്ച് ലോട്ടറിയോ ബെറ്റിങ്ങോ ഗാംബ്ലിങ്ങോ ഒക്കെ ആണെങ്കിൽ എന്താണ്, ടാക്സബിൾ ആണ്. പക്ഷേ ബാക്കിയുള്ള ആക്ഷനബിൾ ക്ലെയിംസിനൊന്നും എന്തല്ല, ടാക്സബിൾ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൽ GST കളക്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ദെൻ അടുത്ത 7ാമത്തെ പോയിൻ്റ് എന്താ, സപ്ലൈ ഓഫ് ഗുഡ്സ് ഫ്രം എ പ്ലേസ് ഇൻ ദി നോൺ ടാക്സബിൾ ടെറിട്ടറി ടു അനദർ പ്ലേസ് ഇൻ ദി നോൺ ടാക്സബിൾ ടെറിട്ടറി വിത്തൗട്ട് സച്ച് ഗുഡ്സ് എൻട്രിങ് ഇൻ ടു ഇന്ത്യ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ നമ്മളൊരു സാധനം ചൈനയിലേക്ക് വേണ്ട, അല്ലെങ്കിൽ ദുബായിലേക്ക് കയറ്റി അയക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഒരു സാധനം ദുബായിലേക്ക് കയറ്റി അയക്കുന്നു, എക്സ്പോർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്നു, ദുബായിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിൽ യാതൊരു ബന്ധമില്ലാത്തൊരു പോയിൻ്റാണ്. അതായത് ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വേറെ 2 രാജ്യങ്ങൾ, ഇന്ത്യ കൂടാതെ വേറെ 2 രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് നടത്തുന്നു. ഓക്കെ, സപ്ലൈ ഗുഡ്സോ സർവീസസോ എന്തെങ്കിലും ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ അമേരിക്കയിൽ നിന്ന് ഗുഡ്സ് ദുബായിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നില്ല, ആ ഗുഡ്സ് ഇന്ത്യയിലേക്ക് എത്തുന്നില്ല, ഇന്ത്യയുടെ മണ്ണിൽ കാല് കുത്തുന്നില്ല. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ടാക്സബിൾ ടെറിട്ടറിക്കുള്ളിൽ അത് എത്തുന്നില്ല. നേരെ മറിച്ച് എന്താണ്, അവിടെ ആരൊക്കെ ടൈമിലാണ് ട്രാൻസാക്ഷൻ നടത്തുന്നത്, അമേരിക്കയും ദുബായും തമ്മിൽ ട്രാൻസാക്ഷൻ നടത്തുന്നു, അവിടെ സപ്ലൈ ഗുഡ്സോ സർവീസസോ ചെയ്യുന്നു. വിത്തൗട്ട് എൻട്രിങ് ഇൻ ടു ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്, ആ ഗുഡ്സ് ഇന്ത്യയിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ ഇന്ത്യയുടെ ടാക്സബിൾ ടെറിട്ടറിക്കുള്ളിൽ കടക്കുന്നില്ല എങ്കിൽ അതെന്തല്ല, ടാക്സബിൾ അല്ല എന്ന് പറയുന്നു. ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ GST കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇന്ത്യയിൽ എന്തില്ല, അത് എത്തുന്നില്ല, എൻട്രി ചെയ്യുന്നില്ല, അപ്പോൾ എന്തല്ല, അത് ടാക്സബിൾ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സംഭവം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എക്സാമ്പിൾ ഒന്നും കൂടി പറയാം. അമേരിക്കയിൽ നിന്ന് നമ്മൾ ദുബായിലേക്ക് ഒരു സാധനം എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഗുഡ്സ് എന്ത് ചെയ്യുന്നില്ല, ഇന്ത്യയിലേക്ക് കടക്കുന്നില്ല, ഇന്ത്യയുടെ ടാക്സബിൾ ടെറിട്ടറിക്കുള്ളിൽ കടക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള സർവീസസ് എന്താണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സപ്ലൈ ഗുഡ്സ് ആയാലും സർവീസസ് ആണെങ്കിൽ അതെന്താണ്, നോൺ ടാക്സബിൾ ആണ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ലാസ്റ്റ് പോയിന്റ്, സപ്ലൈ ഓഫ് വെയർ ഹൗസ്ഡ് ഗുഡ്സ് ടു എനി പേഴ്സൺ ബിഫോർ ക്ലിയറൻസ് ഫോർ ഹോം കൺസംപ്ഷൻ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ വെയർ ഹൗസിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു സാധനം അത് ഹോം കൺസംപ്ഷന് മുൻപായി വേറെ ആർക്കെങ്കിലും സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതും എന്തല്ല, ടാക്സബിൾ അല്ല. അത് ഷെഡ്യൂൾ 3 പ്രകാരം ടാക്സബിൾ അല്ല, അതിന് GST കളക്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ 8 പോയിന്റുകളാണ് നമുക്ക് ഇതിൽ ഷെഡ്യൂൾ 3 പഠിക്കാനുള്ളത്. ഇതിൽ ഈ എന്താ പറയുക 8 ആക്ടിവിറ്റീസ് എന്തായിട്ട് കണക്കാക്കാൻ പറ്റില്ല, സപ്ലൈ ഓഫ് ഗുഡ്സോ സർവീസസ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. അവിടെ സപ്ലൈ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ടാക്സ് കളക്ട് ചെയ്യാനും പറ്റില്ല. ഏതൊക്കെയായിരുന്നു 8 പോയിന്റ് ഒന്നും കൂടി ഓടിച്ച് പറയാം. 1, ഒരു എംപ്ലോയി തൻ്റെ എംപ്ലോയർക്ക് എന്തെങ്കിലും സർവീസ് ഇൻ റിലേഷൻ ടു ഹിസ് എംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ട്, തൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് എംപ്ലോയി എന്തെങ്കിലും സർവീസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതെന്തല്ല, ടാക്സബിൾ അല്ല. രണ്ടാമത്തെ എന്താണ്, നമ്മുടെ കോർട്ടിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ട്രിബ്യൂണലിൻ്റെ കയ്യിൽ നിന്നോ എന്തെങ്കിലും സർവീസ് കിട്ടുകയാണെങ്കിൽ, നമുക്ക് എന്തെങ്കിലും സർവീസ് കിട്ടുകയാണെങ്കിൽ അത് ടാക്സബിൾ അല്ല. മൂന്നാമത്തെ എന്താണ്, മെമ്പർ ഓഫ് പാർലമെൻറ്റ് അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി, പഞ്ചായത്ത് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ചെയ്യുന്ന ഫങ്ഷൻസിന് എന്തല്ല, അത് ടാക്സബിൾ അല്ല. അടുത്ത എന്താ, സർവീസസ് ഓഫ് ഫ്യൂണറൽ അതായത് മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ടാക്സുകൾ വരികയാണെങ്കിൽ, ആ എന്തെങ്കിലും സർവീസുകൾ ചെയ്യുകയാണെങ്കിൽ ആ സർവീസിന് മുകളിൽ എന്തല്ല, ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല. ദെൻ സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിങ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല. ആക്ഷനബിൾ ക്ലെയിമിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവിടെ വേറെ ഒരു പോയിന്റ് എന്താ പറയുന്നത്, അതർ ദാൻ ലോട്ടറി ബെറ്റിംഗ് ഗാംബ്ലിംഗ്. എന്താണ്, ലോട്ടറി ബെറ്റിംഗ് ഗാംബ്ലിംഗ് വെച്ചിട്ടുള്ള ആക്ഷനബിൾ ക്ലെയിമിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല,
ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല. അത് സപ്ലൈ ഗുഡ്സോ സർവീസോ ആയിട്ട് കണക്കാക്കില്ല. ഇനി അടുത്തത് എന്താണ്? ഇപ്പോൾ വേറൊരു രാജ്യത്തിൽ നിന്ന് വേറെ 2 രാജ്യങ്ങൾ തമ്മിൽ 2 ട്രാൻസാക്ഷൻ നടത്തുന്നു. ആ 2 ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് ആ ഗുഡ്സോ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സർവീസ് നമ്മുടെ ഇന്ത്യയിലേക്ക് എൻ്റർ ചെയ്യുന്നില്ല എങ്കിൽ അതെന്താണ്? അതും ടാക്സബിൾ ആയിരിക്കില്ല. പിന്നെ അടുത്തത് വെയർ ഹൗസിൽ ഗുഡ്സ് നമ്മൾ ഹോം കൺസപ്ഷന് മുൻപേ ആയിട്ട് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതും എന്തല്ല? ടാക്സബിൾ അല്ല എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് 8 പോയിൻറ്റുകൾ വരുന്നത്. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം. ഏതെങ്കിലും നമുക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പറയാം. വീഡിയോയ്ക്ക് എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഷെഡ്യൂൾ 3 പ്രകാരം, നെഗറ്റീവ് ലിസ്റ്റ് പ്രകാരം ഇവിടെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ.